ഇടുക്കിയിൽ പനി ബാധിച്ച് വന്ന ഒരു കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുന്നു. ഇരണം കെട്ടവന്മാർ ഭരിക്കുന്ന നാട്ടിൽ ഇരണക്കേട് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ആ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ മന്ത്രിയോട് ചോദിക്കുമ്പോൾ, വകുപ്പുതല മന്ത്രിയോട് ചോദിക്കുമ്പോൾ, ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കാറിൽ കയറി പോകുന്ന വീരശൂര പരാക്രമിയായിട്ടുള്ള മന്ത്രി, താങ്കൾ കൊതിച്ചോറ് കൊടുക്കുന്നതിനെതിരെ അഭിപ്രായം പറഞ്ഞല്ലോ, താങ്കൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ താങ്കൾ ഘോരഘോരം പ്രസംഗിച്ചല്ലോ, അതായത് മുൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ താങ്കൾ വിമർശനങ്ങളോട് വിമർശനങ്ങളായിരുന്നു. ഇപ്പോൾ എന്തേ ആരോഗ്യ മേഖലയിൽ താങ്കൾ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതായത് പുതിയ ഒരു നിർദ്ദേശം കൂടി കൊടുത്തിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക്, അതായത് മെഡിക്കൽ കോളേജുകളിലുള്ള സർക്കാർ ജീവനക്കാർക്ക്. ബെഡ് ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഒരാളെ പോലും അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ബെഡ് എന്തായാലും ഒരു കാലത്തും മെഡിക്കൽ കോളേജ് പോലെയുള്ള അല്ലെ സർക്കാർ ആശുപത്രികൾ ഒന്നും തന്നെയും ഒരിക്കലും ബെഡ് ഒഴിവ് എന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബെഡ് ഒഴിവില്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും വളരെയധികം ഫണ്ട് സമാഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സംഘം ആളുകളാണ്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും മുഴുവൻ മോശമാണെന്ന് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന് ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന നിങ്ങൾ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇപ്പോൾ ആ ഇൻഷുറൻസിനെ കുറിച്ച് യാതൊരു അനക്കവുമില്ല, വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സഹായിക്കാൻ വേണ്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ബെഡില്ലെങ്കിൽ ചിലപ്പോൾ തറയിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഒക്കെ തന്നെ ഉണ്ടാകും. അതിനെ BJP എന്തായാലും വിമർശിക്കാൻ പോരരുത്. കാരണം നേരെ ചൊവ്വനെയുള്ള ഒരു ആശുപത്രിയോ ചികിത്സാ സംവിധാനമോ നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇടുക്കിയിലെ ആ കുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം. ആശുപത്രിയിൽ ഡോക്ടറില്ല, ചികിത്സ നിഷേധിച്ചിരിക്കുന്നു, മറ്റ് ആശുപത്രി തേടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ കൊട്ടിഘോഷിച്ച ആരോഗ്യവകുപ്പിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുളമായി കിടക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയോ അദ്ദേഹം ബഹുകേമനാണ്, മറ്റുള്ളവരെ പരിഹസിക്കാനും പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വിമർശനങ്ങൾ നടത്തുവാനായിട്ട്. പക്ഷേ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കഴിവുകെട്ട ഒരു